ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ വ്യോമഗതാഗത സേവനം ആഗോളതലത്തിൽ മൂന്നാമതെത്തിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ. ഇ ഫാസ്റ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിതി ഗിയർ ഷിഫ്റ്റ് ചലഞ്ചിന് തുടക്കം കുറിച്ച് നിതി ആയോഗ്. സീറോ എമിഷൻ ട്രക്കുകൾ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. മത്സ്യബന്ധന മേഖലയിലെ വികസനത്തിന് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വെയ്ക്ക് 168 റൺ വിജയലക്ഷ്യം. കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ 5:30-ന്. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും അവരെ നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഭാഷകളുമായി വീണ്ടും ബന്ധിപ്പിക്കുകയുമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മധ്യപ്രദേശിലെ 55 ജില്ലകളിലും പ്രധാൻമന്ത്രി കോളേജ് ഓഫ് എക്സലൻസ് സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ചതും ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ വിദ്യാഭ്യാസ നയം ആദ്യമായി നടപ്പിലാക്കിയതിനും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഹിന്ദിയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനം ആരംഭിച്ചതിനും മധ്യപ്രദേശ് സർക്കാരിനെ ശ്രീ ഷാ അഭിനന്ദിച്ചു. പരിപാടിയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യോമഗതാഗത സേവനം മൂന്നാമതെത്തിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം വ്യോമയാന മേഖലയിൽ വൻ പുരോഗതി കൈവരിച്ചതായി മന്ത്രി വ്യക്തമാക്കി. പൂനെയിലെ ലോഹ്ഗാവ് വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിച്ച ടെർമിനൽ യാത്രക്കാർക്കായി തുറന്നുകൊടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് 469 പുതിയ എയർ റൂട്ടുകൾ തുറന്നിട്ടുണ്ടെന്നും ഡൽഹി, ബാംഗ്ലൂർ, അയോധ്യ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ പുതിയ ടെർമിനലുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 20 മുതൽ 25 വരെ പുതിയ വിമാനത്താവളങ്ങൾ ഉടൻ നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 10-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പൂനെ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഇ ഫാസ്റ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിതി ഗിയർ ഷിഫ്റ്റ് ചലഞ്ചിന് തുടക്കം കുറിച്ച് നിതി ആയോഗ്. സീറോ എമിഷൻ ട്രക്കുകൾ സ്വീകരിക്കുന്നതിനുള്ള നൂതന ബിസിനസ് മോഡലുകൾ വളർത്തിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇലക്ട്രിക് ട്രക്കുകൾ സ്വീകരിക്കുന്നതിലെ സാമ്പത്തികവും സാങ്കേതികവും പ്രവർത്തനപരവുമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നൂതന ബിസിനസ് മോഡലുകൾ വികസിപ്പിക്കാൻ വിദ്യാർത്ഥികൾ, അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ എന്നിവർക്ക് പദ്ധതിയിലേക്ക് ക്ഷണമുണ്ട്. മത്സ്യബന്ധന മേഖലയിലെ വികസനത്തിന് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് പുതിയാപ്പയിൽ മത്സ്യപ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ജോർജ് കുര്യന് സ്വീകരണം നൽകി. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ ഒഴികെ സ്കൂളുകൾ, അങ്കണവാടികൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രവാസികൾ രാജ്യത്തിന്റെ വികസനത്തിലും നവീകരണത്തിലും അവിഭാജ്യ പങ്കാളികളാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. റഷ്യയിലെ മോസ്കോയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും സംഭാവനകളിലൂടെയും റഷ്യയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്ന പ്രവാസികളുടെ പങ്കിനെ ലോക്സഭാ സ്പീക്കർ അഭിനന്ദിച്ചു. വെല്ലുവിളികളുടെ സമയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രവാസികളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഇന്ത്യ മാരത്തൺ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും മനോജ് തിവാരി എംപിയും ചേർന്ന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഠനത്തോടൊപ്പം കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിനും കുട്ടികളെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശ്രീ ഗിരിരാജ് സിംഗ് പറഞ്ഞു. ഈ മാസം 26-നാണ് പാരീസ് ഒളിമ്പിക്സിന് തുടക്കം. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 168 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 167 റൺസെടുത്തു. സിംബാബ്വെയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. യൂറോ കപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 12:30-ന് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു രാജ്യങ്ങളും തമ്മിൽ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റുമുട്ടിയത് 27 തവണയാണ്. ഇതിൽ 14 തവണയും വിജയം ഇംഗ്ലണ്ടിനൊപ്പം ആയിരുന്നു. കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ 5:30-ന് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. വിശദാംശങ്ങളിലേക്ക്. ആവേശത്തോടെ കാത്തിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിലെ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് കലാശപ്പോരിനിറങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടം മുതൽ ഒരു മത്സരത്തിലും തോൽക്കാതെയാണ് അർജന്റീനയുടെ വരവ്. അതേസമയം ചരിത്രത്തിൽ ഒരു തവണ മാത്രം കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ കൊളംബിയ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. 2001-ലായിരുന്നു കൊളംബിയയുടെ ആദ്യ കിരീട നേട്ടം. 16-ാം കോപ്പ അമേരിക്ക കിരീടം തേടിയിറങ്ങുന്ന അർജന്റീനൻ ടീം ശക്തമായ നിലയിലാണ്. അതിനാൽ കൊളംബിയയ്ക്കെതിരെ തീപാറുന്ന മത്സരം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ ആക്രമണത്തെ വിവിധ ലോക നേതാക്കൾ അപലപിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ തുടങ്ങിയവർ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി നിയമിതനായി. 3-ാം തവണയാണ് അദ്ദേഹം നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാകുന്നത്. വെള്ളിയാഴ്ച നടന്ന വിശ്വാസ വോട്ടിൽ പുഷ്പകമാൽ ദാഹൽ പ്രചണ്ഡ സർക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒലി അധ്യക്ഷനായുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, CPN UML നേപ്പാളി കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുന്നത്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായി തിരച്ചിൽ തുടരുന്നു. നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും. നാവികസേനയുടെ അതിവിദഗ്ധരായ ഡൈവിംഗ് സംഘം വൈകാതെ എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പാക്ക് ചെയ്ത സാധനങ്ങൾക്ക് ഏകരൂപം നൽകുന്നതിനായി 2011-ലെ ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ഉപഭോക്തൃകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. ഓഫ്ലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ചില്ലറ വിൽപ്പന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാക്കേജുകളിൽ സാധനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിർബന്ധമായും ഉണ്ടാവണമെന്നും നിർദ്ദേശമുണ്ട്. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത മാനദണ്ഡം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നതിനും ഭേദഗതി സഹായിക്കുമെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വ്യാവസായിക ഉപഭോക്താക്കൾക്കോ സ്ഥാപന ഉപഭോക്താക്കൾക്കോ വേണ്ടിയുള്ള പാക്ക് ചെയ്ത സാധനങ്ങൾക്ക് പുതിയ നിയമങ്ങൾ ബാധകമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ വ്യോമ ഗതാഗത സേവനം ആഗോളതലത്തിൽ 3ാമതെത്തിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ. ഇ ഫാസ്റ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിതി ഗിയർ ഷിഫ്റ്റ് ചലഞ്ചിന് തുടക്കം കുറിച്ച് നിതി ആയോഗ്. സീറോ എമിഷൻ ട്രക്കുകൾ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. മത്സ്യബന്ധന മേഖലയിൽ വികസനത്തിന് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 168 റൺ വിജയലക്ഷ്യം. കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ 5:30-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.